നമസ്തേ, ഞാൻ ഗീതാ ശിവൻ. എന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പത്തനംതിട്ടയിലെ മലയാലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലിരിക്കുന്ന ജ്യോതിഷയാണെന്ന്. ജ്യോതിഷം മാത്രമല്ല, സൈക്കോളജിസ്റ്റും കൂടെ ആണ്. ഞാൻ 10-18ഓളം ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ മറ്റുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം ഈ വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, നമ്മുടെ മലയാലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അമ്മയുടെ വക്കപ്പിറന്നാൾ നാളായ തിരുവാതിര നക്ഷത്രത്തിൽ ഒട്ടനവധി അമ്മമാർ ചമയവിളക്കെടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വിവാഹം നടക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരുപാട് അമ്മമാർ വന്ന് വിഷമങ്ങൾ പറയുമ്പോൾ ഞാൻ അവർക്ക് വഴിപാടായിട്ട് ചമയവിളക്കെടുക്കാൻ പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ ഞാൻ ചമയവിളക്കെടുക്കാൻ പറഞ്ഞു വിടുമ്പോൾ ഒരു 7 വിളക്കാകുമ്പോൾ തന്നെ ആ കുട്ടികളുടെ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കാറുണ്ട്. അങ്ങനെ എൻ്റെ മുന്നിൽ വിവാഹ തടസ്സം മാറിയ ഒരമ്മയുടെ അനുഭവം പറയും. അതുപോലെ തന്നെ ചമയവിളക്ക് എടുക്കുന്ന അമ്മമാരുമുണ്ട്. ഞാൻ അവരിലേക്ക് കൈമാറുകയാണ്. എൻ്റെ പേര് ശൈലജ എന്നാണ്. പിന്നെ എൻ്റെ മോൾക്ക് 31 വയസ്സ് വരെ പല കല്യാണാലോചനയൊക്കെ വന്നിട്ട് ഒന്നും നടക്കത്തില്ലായിരുന്നു. അങ്ങനെ അവസാനം ഞാനിവിടെ മലയാലപ്പുഴ വന്ന് അമ്മയെ പ്രാർത്ഥിച്ചിട്ട് ഈ ശിവഗിരി ജ്യോതിഷാലയത്തിലെ ഗീതാ ശിവൻ എന്ന് പറയുന്ന ആ മാഡം എന്നോട് പറഞ്ഞു ചമയവിളക്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2-3 പേരെ ഇടപെടുത്തി തന്നു. ഞാനങ്ങനെ ചമയവിളക്കെടുപ്പിച്ചു. എൻ്റെ മോളുടെ കല്യാണം നടന്നു. എല്ലാ അമ്മയ്ക്ക് കോടാനുകൂടി പ്രണാമം. ഞാൻ മലയാലപ്പുഴ അമ്പലത്തിൽ ചമയവിളക്കെടുക്കുന്ന അമ്മയാണ്. 6-7 പ്രാവശ്യം ചമയവിളക്കെടുത്തിട്ടുണ്ട്. 6-7 കല്യാണം നടന്നിട്ടുണ്ട്. ചമയവിളക്കെടുത്ത് കല്യാണം നടത്തിയിട്ടുണ്ട്. 7 വിളക്കെടുത്ത് 7-ാം മാസമായപ്പം കല്യാണം നടന്നു. 7 വിളക്കെടുപ്പിച്ചു. 7 വർഷം വിളക്കെടുത്തു. ചമയവിളക്ക് 7 വർഷം എടുത്തു. 7-ാം മാസമാകുമ്പോൾ ഓരോ വ്യക്തിക്കും കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. അമ്മയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മലയാലപ്പുഴ അമ്മയുടെ അനുഗ്രഹം കാരണം എല്ലാ കാര്യങ്ങളും നടത്തുകയും ചെയ്തു. നമസ്കാരം. ഞാൻ മലയാലപ്പുഴ ഉഷാകുമാരി എന്നാണ് എൻ്റെ പേര്. ഞാൻ 3 വർഷം കൊണ്ട് മലയാലപ്പുഴ അമ്മയ്ക്ക് ചമയവിളക്കെടുക്കുന്നു. വിവാഹം കഴിയാതെ നിൽക്കുന്ന പെൺകുട്ടികളുടെയൊക്കെ വിവാഹം നടത്തി അത് അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷം, സൗഭാഗ്യം നേരട്ടെ. ഐതിഹ്യം കൂടെ ഒന്ന് പറയാമോ? ചമയവിളക്കിൻ്റെ ഐതിഹ്യം കൂടെ ഒന്ന് പറയാമോ? അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ചമയവിളക്ക്. അത് ഒരു കുട്ടിയുടെ വിവാഹം നടക്കാൻ വേണ്ടി എത്ര ചമയവിളക്ക് വരെ എടുക്കണം? ഒരു 7 വിളക്ക് ആയി കഴിയുമ്പോൾ അമ്മയെ അനുഗ്രഹിക്കും. കല്യാണം നടക്കും. നമ്മൾ എന്ത് വഴിപാട് പറഞ്ഞാലും. എത്ര പേരുടെ വിവാഹം നടത്തി കൊടുത്തു? ഇപ്പം 3 പേരുടെ വിവാഹം നടത്തി കൊടുത്തു. അമ്മ എത്ര പേരുടെ വിവാഹം നടത്തി കൊടുത്തു? ഞാൻ 7 പേരുടെ വിവാഹം ചമയവിളക്കെടുത്തു. ഐതിഹ്യം എന്ന് പറയുന്നത് കൊടിമരച്ചോട്ടിൽ പിന്നെ താലിമാല കൊടുക്കും അമ്മയ്ക്കകത്തായിട്ട്. പിന്നെ കൊടിമരത്തിൻ്റെ ചോട്ടി മുണ്ട്, കൊടിയേറുന്ന മുണ്ട് വാങ്ങിച്ചു കൊടുക്കും കൊടിമരത്തെ കെട്ടാൻ. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അമ്മ ഐതിഹ്യം പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഐതിഹ്യം പറയാൻ മലയാലപ്പുഴ അമ്മ കഴിഞ്ഞേ ഉള്ളൂ. മറ്റുള്ള അമ്മമാരെല്ലാം എവിടെ ഉണ്ടെങ്കിലും അമ്മ എല്ലാ കാര്യവും എല്ലാവർക്കും സാധിച്ചു കൊടുക്കുന്ന ഒരമ്മയാണ് ഞങ്ങളുടെ അമ്മ. വിവാഹം എത്ര ബുദ്ധിമുട്ടുള്ള വിവാഹങ്ങളിൽ ചമയവിളക്കെടുത്ത് നടക്കും. അമ്മ അങ്ങനെ ചമയവിളക്കെടുത്ത് ഈ വിവാഹം നടത്തി ആളുകൾ സമീപിക്കാറുണ്ടല്ലേ? ഗീതാ ശിവൻ എന്ന് പറയുന്ന മാഡമാണ് ഞങ്ങളെ ഏർപ്പാടാക്കി തന്ന് വിളക്കെടുക്കാനും എടുപ്പിക്കാനും എല്ലാം. വിളക്കെടുപ്പിക്കുന്ന ഒരു മാസത്തിൽ ഒരു തിരുവാതിരയ്ക്ക് വന്ന് പൈസയും തന്ന് എണ്ണയും വാങ്ങിച്ചു തന്ന് ഞങ്ങളുള്ള അനുഗ്രഹങ്ങളും കൊടുത്ത് അവരുടെ പേരും നാളും പറഞ്ഞ് ആ കുട്ടികളുടെ പേരും നാളും പറഞ്ഞാണ് വിളക്കെടുക്കുന്നത്.
പിന്നെ അമ്മയ്ക്ക് എന്താണ് ഐതിഹ്യം പറയാനുള്ളത്? മലയാളപ്പഴി അമ്മയ്ക്ക് ഞാൻ വിളക്കെടുക്കുന്നു. 10-11 വർഷം കൊണ്ട് വിളക്കെടുക്കുന്നു. 7 കല്യാണം നടത്തി കൊടുത്തു. എൻ്റെ പേര് വിജയമ്മ എന്നാണ്. ജയന്തി എന്ന് പറഞ്ഞ പേര് അങ്ങനെ പറഞ്ഞാൽ മതിയോ? ജയന്തി എന്ന് പറഞ്ഞ ആളാണ് ഇടപെടുത്തി തന്നെ അമ്മയെ അനുഗ്രഹിച്ച് ഞങ്ങളെടുക്കുന്ന ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് പൈസയും കൊണ്ട് തരും. ഞങ്ങളെ ജ്യോതിഷ ആണ് ഞങ്ങളെ കൊണ്ടെടുപ്പിക്കുന്നത്. ഞങ്ങൾക്ക് അതിന് വേണ്ടിയെല്ലാം തരും. കൊണ്ട് നേരിയതും എണ്ണ പൈസ എല്ലാം അവിടെ നിന്ന് തരും. എന്താണ് അമ്മ ഐതിഹ്യമായിട്ട് പറയാനുള്ളത്? അമ്മയുടെ അഭിപ്രായത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് പ്രായമുള്ളവരാണ് എടുക്കേണ്ടത്. ഉള്ളവരാ എടുക്കേണ്ടത്. 5 ദിവസത്തെ നോയമ്പ് 3 ദിവസത്തെ നോയമ്പ് എടുക്കും. 3 ദിവസം നോയമ്പെടുക്കും. 3 ദിവസം അല്ലെ 5 ദിവസം. 18 അല്ലെങ്കിൽ 20 വയസ്സുള്ള കുട്ടിയുടെ വിവാഹം നടക്കാനായിട്ട് തടസ്സമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മയെ സമീപിച്ചാൽ അമ്മ 5 ദിവസത്തെ നോയമ്പെടുത്തതിന് ശേഷം ദേവിക്ക് സന്തോഷമാവും. തിരുവാതിര നാളിൽ അത് അനുഗ്രഹിച്ച് അവർക്ക് നടത്തി കൊടുക്കും. അങ്ങനെ എത്ര വിളക്ക് വരെ എടുത്താൽ ദേവി അനുഗ്രഹിക്കും? 7 വിളക്ക് എടുക്കുമ്പോൾ മിക്കവാറും നടക്കും. അത് ഞങ്ങൾക്ക് വിശ്വാസം. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കും. 11 വർഷമായിട്ട് കുട്ടികളുടെ വിവാഹം നടക്കാൻ വേണ്ടി വിളക്ക് അമ്മ അനുഗ്രഹിക്കും. അതെടുപ്പിക്കുന്ന ആളുകൊണ്ട് തരുന്ന ആളുകൊണ്ട്. അപ്പോൾ ഇവരെ കൊണ്ടെല്ലാം തന്നെ വിളക്കെടുപ്പിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ അമ്മമാരെ വിളിക്കും. അവർക്ക് ഞാൻ ഈ നേർച്ചയായിട്ട് ഈ വിളക്കിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ അമ്മമാർ മാത്രമല്ല, ഇവിടെ ഒരുപാട് അമ്മമാർ വിളക്കെടുക്കുന്നുണ്ട്. ഞാൻ തന്നെ വിളക്കെടുപ്പിക്കുന്ന അമ്മമാർ ഒരു 10-11 പേരിൽ മുകളിലുണ്ട്. തിരുവാതിര നാളിൽ ഈ വിളക്കെടുക്കുന്ന ദിവസം ക്ഷേത്രം അടയ്ക്കുമ്പോൾ ഉദ്ദേശിച്ച് എത്ര മണി കഴിയാവും? ഏകദേശം ഒരു 2 മണി കഴിയും ക്ഷേത്രം അടയ്ക്കണമെങ്കിൽ. ചില സമയത്ത് 2:45 2:45 അവിടുത്തെ ആളിൻ്റെ ഇതുപോലെ ഇരിക്കും. നമസ്തേ.